തളിപ്പറമ്പ് ബദരിയ നഗരിൽ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ടി.കെ. ഗോവിന്ദന് അഭിവാദ്യം അർപ്പിച്ച ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. നിയുക്ത MLA ടി.കെ. ഗോവിന്ദന് അഭിവാദ്യങ്ങളെന്നാണ് ഫ്ലക്സ് ബോർഡിൽ പറയുന്നത്. അഭിജിത്ത് മുഴക്കുന്ന് നൽകും വിശദാംശങ്ങൾ. അഭിജിത്ത്, വിമത പോരാട്ടത്തിൽ ഏറ്റവും ഈ CPI നേരിട്ട വലിയ പ്രതിരോധമായിരുന്നു തളിപ്പറമ്പിലേത്. എന്തായാലും ഈ ടി.കെ. ഗോവിന്ദന് അഭിവാദ്യം അർപ്പിച്ചുള്ള ഫ്ലക്സ് ബോർഡുകൾ എവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത്? ശ്രുതി, വോട്ടെണ്ണാൻ ദിവസങ്ങൾ ബാക്കിയാണ്. എന്താണ് ഫലമെന്നും നമുക്കറിയില്ല. പക്ഷേ ഏതായാലും തളിപ്പറമ്പിൽ ഇപ്പോൾ ടി.കെ. ഗോവിന്ദനെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ, വലിയ ഫ്ലക്സ് ബോർഡുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ബദരിയ നഗർ, അതായത് ലീഗിന് അല്പം സ്വാധീനമുള്ള ഒരു മേഖലയാണ്. അവിടെയാണ് ഇപ്പോൾ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിട്ടുള്ളത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിയുക്ത MLA ടി.കെ. ഗോവിന്ദന് അഭിവാദ്യങ്ങൾ എന്നുള്ളതാണ് ഫ്ലക്സ് ബോർഡിലെ വാചകം. അതായത് നിയുക്ത MLA ആയി അദ്ദേഹത്തെ അവിടെയുള്ള പ്രവർത്തകരൊക്കെ തന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് UDF പ്രവർത്തകർ വച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിലങ്ങനെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു പരാമർശമില്ല. ആരാണ് വെച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ ബോർഡിലേതായാലും ഫ്ലക്സ് ബോർഡിലേതായാലും പറയുന്നുമില്ല. നമുക്കറിയാവുന്നതുപോലെ CPM-ൽ നിന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ടി.കെ. ഗോവിന്ദൻ പുറത്തു വരുന്നു. അദ്ദേഹം അങ്ങനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി UDF പിന്തുണയോടെ മത്സരിച്ച സ്ഥലമാണ് തളിപ്പറമ്പ്. അവിടെ നേരത്തെ തന്നെ PK ശ്യാമള സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി തന്നെ വലിയ ചർച്ചയുണ്ടായ മണ്ഡലമാണ്. സംസ്ഥാനത്തൊട്ടാകെ ശ്രദ്ധ ആകർഷിച്ച ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ തന്നെയാണ് ടി.കെ. ഗോവിന്ദൻ ഒരു സ്ഥാനാർത്ഥിയായി വരുന്നതും. അങ്ങനെ വീണ്ടും ഒരു ജനശ്രദ്ധ ഈ തളിപ്പറമ്പ് മണ്ഡലത്തെ സംബന്ധിച്ചുണ്ടാകുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ പോരാട്ടം കടുത്തതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുൻപത്തെ തവണ വലിയ ഭൂരിപക്ഷം നേടിയിരുന്ന തളിപ്പറമ്പ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ അത് 20,000-ലേക്ക് ചുരുങ്ങുകയും ഇത്തവണ ചെറിയൊരു ഭൂരിപക്ഷം, അതായത് ഒരു 10,000-ൽ താഴേക്ക് ഭൂരിപക്ഷത്തിൽ മാത്രമേ അവിടെ CPM സ്ഥാനാർത്ഥി വിജയിക്കുകയുള്ളൂ എന്നുള്ളതാണ് LDF-ന്റെ ഒരു കണക്കുകൂട്ടൽ. പക്ഷേ വിജയിച്ച് കയറാൻ തന്നെ കഴിയും. ഈ പ്രശ്നങ്ങളൊക്കെ മുതലെടുത്തുകൊണ്ട് ടി.കെ. ഗോവിന്ദൻ അവിടെ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു വിലയിരുത്തൽ UDF ക്യാമ്പിനകത്തുമുണ്ട്. ആ ഒരു സാഹചര്യമൊക്കെയുള്ള പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ടി.കെ. ഗോവിന്ദന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ നിയുക്ത MLA ആയി വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു ഫ്ലക്സ് ബോർഡുകൾ ഈ തളിപ്പറമ്പ് ബദരിയ നഗരമായ പോരാട്ടം നടന്നിട്ടുള്ള മണ്ഡലമാണ് തളിപ്പറമ്പ്. അവിടെയാണ് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ടി.കെ. ഗോവിന്ദന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.